പോളിടെക്നിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ പെട്രോളിൽ അടങ്ങിയിട്ടുള്ള എത്തനോളിനെ നീക്കം ചെയ്ത് ശുദ്ധമായ പെട്രോളാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പമ്പിൽ നിന്ന് വാങ്ങിയ പെട്രോൾ, അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പി. ഇതിൽ വെച്ചാണ് നമ്മൾ പെട്രോളിനെ എത്തനോളിനെ നീക്കം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ട്യൂബ്, സാധാരണ പച്ചവെള്ളം. തീയിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയരുത്, ഹൈലി ഇൻഫ്ലമബിളാണ്, അതുകൊണ്ട് മാറ്റി വയ്ക്കുക. അതുപോലെ ഒരു മാസ്കിംഗ് ടേപ്പ്, ഒരു പേന. മാസ്കിംഗ് ടേപ്പും പേനയും നമുക്കിപ്പോൾ ഒരു പെർമനൻറ്റ് മാർക്കർ നോക്കിയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ കുപ്പിയിലേക്ക് ഈ മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നേരെ താഴേക്ക് നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ഒട്ടാനുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. കൃത്യമായി ഒട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ലെവൽ ഇപ്പോൾ നമുക്ക് മാസ്കിംഗ് ടേപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്കത് മാർക്ക് ചെയ്യാനും കഴിയും. കാരണം മാസ്കിംഗ് ടേപ്പിൻ്റെ മുകളിൽ പേന നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിന് മുകളിൽ അത് പറ്റാത്തത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചും ചെയ്യാം. മാർക്കിങ് എന്നത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ഇതിപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇനി നമ്മൾ പെട്രോൾ ഒഴിച്ച് കൊടുക്കുക. പെട്രോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് തൊട്ടടുത്തൊന്നും തീയില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. നമ്മുടെ പമ്പിൽ നിന്ന് കിട്ടുന്ന പെട്രോളിനുള്ളിൽ പെട്രോളിൻ്റെ കൂടെ എഥനോൾ ചേർക്കാറുണ്ട്. അതിന് കാരണം ഇറക്കുമതി വില കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത്. എന്നാലിത് നമ്മുടെ വണ്ടിക്ക് പവർ കുറയ്ക്കാൻ കാരണമാകും. അതിന് കാരണം പെട്രോളിൻ്റെ അത്ര കാലോറിഫിക് മൂല്യം എഥനോളിന് ഇല്ല എന്നുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു പവറിൻ്റെ കുറവ് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ സർവീസിന് കൊണ്ടുപോയപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാവും. അത് കൂടുതൽ പെട്രോൾ കൊടുത്തുകൊണ്ട് ആ ഒരു കുറവിനെ നികത്തിയിട്ടുണ്ടാവും. എന്നാൽ അത് മൈലേജ് കുറയ്ക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ടോപ്പ് ലെവൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഉണ്ട്, പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പ് ലെവൽ കൃത്യമായി നമ്മൾ മാസ്കിംഗ് ടേപ്പിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുപ്പി നല്ല രീതിയിലൊന്ന് അടച്ചു കൊടുക്കാം. കാരണം പെട്രോൾ വളരെയധികം കട്ടി കുറഞ്ഞൊരു ദ്രാവകമാണ്, അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ അടയ്ക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുലുക്കി കൊടുക്കാം. കുലുക്കി സർബത്ത് അടിക്കുന്ന പോലെ നല്ല രീതിക്ക് തന്നെ കുലുക്കി കൊടുക്കുക. കാരണം പെട്രോളിൽ അടങ്ങിയിട്ടുള്ള എഥനോൾ താഴെ ഉള്ള വെള്ളവും തമ്മിൽ മിക്സായി അതിൽ നിന്ന് മാറുക എന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ കുറേ നേരം ഒന്ന് അടിയാൻ വെക്കുക. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ഞാനിത് വെച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പെട്രോളിലുള്ള എഥനോൾ പൂർണ്ണമായും എന്ന് പറയാൻ കഴിയില്ല, ഒരു 90% വെള്ളത്തിലേക്ക് മാറും. ഇപ്പോൾ നമുക്ക് ടോപ്പ് ലെവൽ അത് തന്നെയാണ് കാണിക്കുന്നത്. വ്യത്യാസം വന്നിട്ടില്ല, അളവിൽ വ്യത്യാസം വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ പെട്രോളിൻ്റെ അളവ് താഴെ നിന്നും ആണ് മാറിയിട്ടുള്ളത്. അതായത് വെള്ളത്തിൻ്റെ അളവ് കൂടിയതായിട്ട് കാണാം. അപ്പോൾ വെള്ളത്തിലടങ്ങിയിട്ടുള്ള എഥനോൾ ആണ് ഈ ഉയർച്ചയ്ക്ക് കാരണം പെട്രോളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന എഥനോൾ വെള്ളത്തിലേക്ക് മാറിയത് കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് എഥനോൾ അത്രയും മിക്സായി മാറിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. എന്നാൽ ഈ പെട്രോളിൽ കുറേ ഭാഗം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ അത് പൂർണ്ണമായും നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് വെള്ളം പൂർണ്ണമായും നീക്കിയ ശേഷം വീണ്ടും കുറേ നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും താഴേക്ക് വെള്ളം അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം താഴെയുള്ള പെട്രോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പെട്രോളിൽ നിന്നും വെള്ളം മാറ്റിയെടുക്കാം, ഈ കുപ്പിയിൽ നിന്ന് വെള്ളം മാറ്റിയെടുക്കാം. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുന്ന എഥനോൾ എന്ന് പറയാൻ ആ എഥനോളിനെ നമുക്ക് കുടിക്കുവാനായിട്ടൊന്നും ഉപയോഗിക്കരുത്. കാരണം പെട്രോളിലുള്ള കെമിക്കൽ കൂടി ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അതിനാൽ ഇത് കുടിക്കുന്നത് വളരെയധികം അപകടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എഥനോളിൽ ഒരുപാട് കെമിക്കലുകളുണ്ടാകും, മറ്റുള്ള കെമിക്കലുകളും ഉണ്ടാകാം. എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഈ കുപ്പിയുടെ അടിയിലുള്ള ചെറിയ കുഴികളിലൊക്കെ വെള്ളം വീണ്ടും കിടക്കുവാൻ സാധ്യതയുണ്ട് നമ്മൾ പെട്രോൾ ഇരിക്കുന്ന കുപ്പിയിൽ. അപ്പോൾ അത് കുപ്പി ഒന്ന് ചരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബ് ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ
വെള്ളം പൂർണ്ണമായിട്ടും വരും. അപ്പോൾ അത് നമുക്ക് അവിടെയും വലിച്ചു കളയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിട്ട് നമ്മൾ വെള്ളം നീക്കം ചെയ്യുകയാണ്. അപ്പോൾ പൂർണ്ണമായി നീക്കം ചെയ്ത പെട്രോളാണിത്. ഈ പെട്രോളിൽ കലോറിഫിക് മൂല്യം വളരെയധികം ഉയർന്നതായിരിക്കും. അതുപോലെ തന്നെ നൽകുന്ന പവറും കൂടുതലായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പൂർണ്ണമായി ശുദ്ധമായ പെട്രോളാണ്.